നീതിമാൻ നിലംപരിചാകാൻ ദൈവം സമ്മതിക്കില്ല. ദൈവം അവൻ്റെ കരം പിടിച്ച് അവനെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. നീ നിലംപരിചാകാൻ ദൈവം സമ്മതിക്കില്ല. നിൻ്റെ കരം പിടിച്ച് ദൈവം നിന്നെ താങ്ങും. നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകലിലും നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ അവസരങ്ങൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലും ദൈവാത്മാവ് തന്നൊരു ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാ പ്രഭാതത്തിലെ സന്ദേശങ്ങളും ഞങ്ങളുടെ ലൈവുകളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ അനേക കോളുകൾ, അനേക വ്യക്തികൾ ഇവിടെ സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നുണ്ട്. പ്രയർ റിക്വസ്റ്റുകൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ മീറ്റിങ്ങുകളെല്ലാം വളരെ ബ്ലെസ്സിങ് ആണെന്ന്. ഈ പ്രഭാതത്തിലും ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയരെ, വേദപുസ്തകത്തിനകത്ത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37 അധ്യായം അതിൻ്റെ 24 വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ വീണാലും നിലംപരിചാകയില്ല, യഹോവ അവനെ കൈപിടിച്ചു താങ്ങുന്നു. ഈ പ്രഭാതത്തിനകത്ത് വീണുപോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ജീവിതത്തിൻ്റെ ശൂന്യതകൾക്കകത്ത് അന്ന് വീണുപോയി എന്ന് എവിടെയെങ്കിലും തോന്നുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? മിനിസ്ട്രിയിൽ വീണവർ, ദൈവവുമായുള്ള ബന്ധത്തിൽ വീണവർ, ശത്രു കൊണ്ടിട്ട പദ്ധതികളിൽ വീണവർ, കുടുംബജീവിതം വീണു തകർന്നുപോയി എന്ന് പറയുന്നവർ, എത്രയോ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ ദൈവദാസനെ എൻ്റെ ജീവിതത്തിനകത്തൊരു വീഴ്ച സംഭവിച്ചു സറണ്ടർ ചെയ്യുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാം. വീണ നിൻ്റെ ജീവിതത്തിനകത്ത് നീ വീണെങ്കിലും നിലംപരിചാകാതെ നിന്നെ താങ്ങി നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, പ്രിയരെ, വീണവൻ്റെ വീഴ്ചയെ പറ്റി പറയാതെ വചനം പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ മറ്റിതര മാധ്യമങ്ങളിലെല്ലാം ആരെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ, ഒരു വീഴ്ച അവൻ്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീഴ്ച ഒരു കണ്ടൻ്റാക്കി മാറ്റാൻ പലരും ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് പണം കൊയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും. ഒന്ന് പഴയ കാലത്തെ ഒന്ന് എടുത്തു നോക്കിയേ, ഇതിനു മുമ്പുള്ള ഒരു ജനറേഷൻ എടുത്തു നോക്കിയേ. വീണ് കഴിഞ്ഞാൽ, ആരുടെയെങ്കിലും ജീവിതത്തിനകത്തൊരു വീഴ്ച സംഭവിച്ചാൽ ആ വീഴ്ചയെപ്പറ്റി 4 പേരോട് അത് അവർ പറഞ്ഞില്ലെങ്കിൽ അവർക്കൊരു സമാധാനമില്ല. അവർ സന്തോഷം കണ്ടെത്തുന്നത് പലരുടെയും വീഴ്ചകളെ പറ്റിയാണ്. എങ്ങനെയെങ്കിലും ആരെയെങ്കിലുമൊക്കെ വീഴ്ത്താൻ വേണ്ടിയാണ് പലരും ശ്രമിക്കുന്നത്. ഞാനിങ്ങനെ പറയാം, പ്രിയരെ, നാം ആരെയും വീഴ്ത്താൻ ശ്രമിക്കരുത്. നാം വീഴ്ത്താൻ വിളിക്കപ്പെട്ടവരല്ല. നാം ദൈവസന്നിധിയിൽ അനേകരെ താങ്ങി എഴുന്നേൽപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. സന്ദേശം ഒരുപക്ഷെ നിങ്ങളോട് കൃത്യമായി ദൈവാത്മാവ് ഇടപെടുന്നുണ്ടെങ്കിൽ, മലകളിൽ അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിനകത്ത് വന്നുപോയ കുറവുകളുണ്ടെങ്കിൽ ദൈവത്തോട് നിരന്ന് ദൈവത്തോട് അടുത്ത് വരേണ്ട ഒരു പകൽക്കാലമാണ്. പ്രിയരെ, ഒരു പക്ഷേ നിൻ്റെ വീട്ടിൻ്റെ അടുത്തോ നിൻ്റെ കൂടാരത്തിനകത്തോ തന്നെ ഒത്തിരി പേർ വീണായിരിക്കാം. പക്ഷെ ദൈവത്തോട് പറയണം, കർത്താവേ, വീഴാതെ വണ്ണം നിന്നവ എൻ്റെ മിടുക്കല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. നിൻ്റെ തലമുറ വീഴേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നിരിക്കാം, നിൻ്റെ മിനിസ്ട്രി തകർന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നിരിക്കാം, നിൻ്റെ കുടുംബം ചിതലമാകേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നിരിക്കാം. പക്ഷേ അവിടെയൊന്നും
നാം തകർന്നു പോകാതെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് കേട്ടോ. അതുകൊണ്ട് അഹങ്കരിക്കാനൊന്നുമില്ല. ഈ പ്രഭാതത്തിലും ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ നിന്നത് അങ്ങയുടെ കൃപയാൽ മാത്രം, എൻ്റെ കുടുംബമായതുമാകുന്നതും ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം. അങ്ങനെ ഒരു പ്രാർത്ഥന ഈ പ്രഭാതത്തിനകത്ത് ഉയരണം. പ്രിയരെ, ഞാനിങ്ങനെ പറയാറുണ്ട്, വീണവർക്കാണ് നിൽക്കുന്നവരെ വീഴ്ത്താനുള്ള ടെൻഡൻസി. അതുകൊണ്ട് വീണവരുടെ പിന്നാലെ പോകരുത്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ നാം പഠിക്കണം, നാം നിലനിൽക്കണം. ആര് വീണോ എന്നതല്ല നമ്മുടെ വിഷയം, നമ്മൾ വീഴാതെ നിൽക്കുന്നുണ്ടോ എന്നതാണ് വിഷയം. നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ ആരെങ്കിലും ഒന്ന് വീണെന്നറിഞ്ഞാൽ ഒന്ന് കരം പിടിച്ച് പിന്നെയും ലിഫ്റ്റ് ചെയ്ത് എഴുന്നേൽപ്പിക്കുന്നത് നല്ലതാണ്. പലതരത്തിലുള്ള വീഴ്ചയുണ്ട്. ആത്മീകമായ വീഴ്ചകളുണ്ട്. ജീവിതത്തിനകത്ത് വന്നുപോയ ചില വീഴ്ചകൾ, വേദനാജനകമായ വീഴ്ചകളുണ്ട്. ഏത് വീഴ്ചയായാലും അവരെ ഒന്ന് കരം പിടിച്ചു ദൈവത്തോട് അടുപ്പിക്കാൻ കഴിയുമെങ്കിൽ നിന്നെപ്പോലെ ധന്യനായ വ്യക്തി വേറൊരു വ്യക്തിയില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന മറ്റൊരു കോണ്ടസ്റ്റിലാണ്. കാരണം ദുഷ്ടന്മാർ ഒരുക്കിയ കെണിയിൽ വീണ ഒരു ഭക്തൻ്റെ അനുഭവമാണ് അവിടെ കാണാൻ കഴിയും. ഞാൻ പറയാം പ്രിയരെ, പണമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ, കയ്യിൽ നന്മയുള്ളപ്പോൾ ഈ ലോകത്തിലുള്ള സകലരും നിൻ്റെ കൂടെ കാണും. നിന്നോട് കൂടെ ചിരിക്കാനും നിന്നോട് കൂടെ ആനന്ദിക്കാനും നിൻ്റെ കൂടെ തമാശകൾ പറഞ്ഞ് നേരം ചിലവഴിക്കാനൊക്കെ ഒത്തിരി പേർ കാണും. പക്ഷേ ജീവിതത്തിനകത്ത് ഒന്ന് വീണ് കഴിഞ്ഞാൽ ഇവരൊന്നും നമ്മെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇവരൊന്നും നമ്മെ ഒന്ന് ഗവനിക്ക പോലുമില്ല. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനോ ഒരു നല്ല വാക്ക് പറയാനോ ഉലകിൽ ഒരു മനുഷ്യനും കാണില്ല പ്രിയരെ. അതാണ് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിനകത്ത് നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ആത്മീകമായൊരു വീഴ്ചയെ പറ്റിയല്ല. ജീവിതത്തിനകത്ത് ശത്രു ഒരുക്കുന്ന ഒരു കെണിക്കകത്ത്, അല്ലെങ്കിൽ ശത്രു ഒഴിക്കുന്ന ഒരു കുഴിക്കകത്ത് യോസേപ്പിൻ്റെ സഹോദരന്മാർ യോസേപ്പിനൊരു പൊട്ടക്കിണറിനകത്ത് ഇട്ടതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും ശത്രു ഒരുക്കുന്ന ചില കുഴികളുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മൾ സ്നേഹിച്ചവർ, നമ്മൾ വളർത്തിയവർ, നമ്മൾ വലുതാക്കിയവർ, ഒരായുസ് മുഴുവനും നമ്മോട് കൂടെ കാണുമെന്നൊക്കെ കരുതിയവരൊക്കെയും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില വാക്കുകൾ കൊണ്ട്, ചില പ്രവർത്തികൾ കൊണ്ട് നമ്മളൊന്ന് തകർന്നു കാണാൻ, നമ്മുടെ നന്മകളൊന്ന് അപഹരിച്ചെടുക്കാൻ വേണ്ടി പല കുഴികളും നമുക്കെതിരെ ഒരുക്കും. കഴിഞ്ഞ ദിവസം ഒരു മാതാവ് എന്നെ വിളിച്ചിട്ട് പറയുകയുണ്ടായി. ഏകദേശം 80 വയസ്സോളം പ്രായമുണ്ട്. ആ മാതാവ് പറയുകയാണ്, ദേവദാസനെ ഒരായുസ് കൊണ്ട് അധ്വാനിച്ചത് സകലതും എൻ്റെ 2 തലമുറകൾക്ക് ഞാൻ എഴുതി കൊടുത്തു. അവസാനമുണ്ടായിരുന്ന ഒരു ചെറിയ മുറിയിൽ, വീട്ടിൽ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഏകദേശം ഒരു 600 സ്ക്വയർ ഫീറ്റുള്ളൊരു വീട്ടിനകത്ത് ഞാൻ കിടക്കുമ്പോൾ അതും കൂടെ സ്വന്തമാക്കാൻ വേണ്ടി സ്വന്തം മകൻ്റെ ഭാര്യ, മകൻ്റെ ഭാര്യ മകളെപ്പോലെ വീട്ടിനകത്ത് കയറി വന്ന ആ ബാസി, ആ വ്യക്തി ഈ മാതാവിനെ ഒന്ന് തകർന്നു കാണാൻ പലതും ചെയ്യുകയാണ്. ആ മാതാവ് പൊട്ടിക്കരഞ്ഞെന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുകയുണ്ടായി. അതുപോലെ മനുഷ്യൻ നമ്മുടെ നന്മകളെ അപഹരിച്ചെടുക്കുക, നമ്മളൊന്ന് കരഞ്ഞു കാണാൻ, നമ്മളൊന്ന് തകർന്നു കാണാൻ, നമ്മളൊന്ന് നശിച്ചു കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. നമ്മൾ സന്തോഷിക്കുന്നതിനേക്കാളും, നമ്മൾ ആനന്ദിക്കുന്നതിനേക്കാൾ നമ്മളൊന്ന് ചിരിച്ച് തമാശ പറഞ്ഞ് സന്തോഷിച്ച് ജീവിക്കുന്നതൊന്നും പലർക്കും കാണാൻ ഇഷ്ടമില്ല. പലർക്കും അത് കാണാൻ ബുദ്ധിമുട്ടാണ്. നമ്മളൊന്ന് വീണ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും. നമ്മുടെ ബിസിനസ്, നമ്മുടെ തലമുറകൾ, നമ്മുടെ കുടുംബം, നമ്മുടെ മിനിസ്ട്രി, നമ്മുടെ സഭ, ഇതെല്ലാം നാം വീണ് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് പലരും. ഈ പ്രഭാതത്തിൽ വീണവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാതെ വിശ്വസിച്ചവരിൽ നിന്ന് താങ്ങാൻ കഴിയാത്ത വീഴ്ച സംഭവിച്ച ആരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ടോ? ഭാരപ്പെടേണ്ട. ഈ വീഴ്ചയിലും
നീ നിലംപരിചാകത്തില്ലെന്ന സ്വർഗം പറയുന്നത്. എത്ര വലിയ വാരിക്കുഴികൾ നിനക്കെതിരെ വെട്ടിയാലും, എത്ര വലിയ തീയമ്പുകൾ നിന്നെ ഒരുക്കി തകർത്ത് കളയാനുള്ള ശത്രുവിൻ്റെ അജണ്ടകളിട്ടാൽ, ഈ പ്രഭാതത്തിൽ ഞാൻ നിന്നെ നോക്കി ആത്മാവിലൊരു ദൂത് കൈമാറാം. എത്ര പദ്ധതികൾ ശത്രു ഒരുക്കിയാൽ നീ വീണെന്ന് വന്നാലും നീ നിലംപരിചാകാൻ ദൈവം ഇടവരുത്തില്ല. ദൈവം ഇടപെടത്തില്ല. അർത്ഥം, ശത്രു ഒരുക്കിയ കുഴിക്കകത്ത് നീ അറിയാതെ വീണുപോയി. ദൈവദാസനെ, അങ്ങനെ ഒരു കുഴിക്കകത്താണ് കിടന്നുകൊണ്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെന്ന് ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് ഇടപെടുന്നുണ്ടെങ്കിൽ ഈ പ്രകാൽക്കാലം ഇത് നിന്നോടുള്ള ദൂതാണ്, നിൻ്റെ തലമുറയോടുള്ള ദൂതാണ്, നിൻ്റെ കുടുംബത്തോടുള്ള ദൂതാണ്. ഈ പകൽക്കാലം ആത്മാവിലൊരു ദൂത് കൈമാറാം. നീ നിലംപരിചാകില്ല. നിന്നെ കരം തന്നു താങ്ങുന്നൊരു ദൈവമുണ്ട്. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഈ വാക്ക് ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറയണം. ഞാൻ നിലംപരിചാകില്ല, കാരണം എന്നെ തരം തന്ന് താങ്ങുന്നൊരു ദൈവമുണ്ട്. ഈ സന്ദേശം നിൻ്റെ ഹൃദയത്തിനകത്ത് ചലിക്കുന്നുണ്ടെങ്കിൽ, ഈ പകൽക്കാലം വീണ ആരെങ്കിലും നിൻ്റെ ഹൃദയത്തിനകത്ത് ഓടി വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സന്ദേശം അയച്ചു കൊടുക്കണം. അവരോട് പറയണം, നീ നിലംപരിചാകില്ല, നീ തകർന്നു പോകാൻ എൻ്റെ ദൈവം ഇടവരുത്തില്ല, കാരണം താങ്ങുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കവറിയരെ, വീണു സത്യമായിരിക്കാം, പക്ഷെ നീ നിലംപരിചാകില്ല. നിൻ്റെ തലമുറ തകർന്നു പോകില്ല, നിൻ്റെ കുടുംബം നശിച്ചു പോകില്ല, നിൻ്റെ സഭ മുടിഞ്ഞു പോകില്ല, നിൻ്റെ ജീവിതം തീർന്നു പോകില്ല. എംബാവാസ ഇത്ര ഉറപ്പ്. സ്വന്തം സഹോദരന്മാരാ ഒരുവനെ വീഴ്ത്തിയത്. 17-ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ടതുകൊണ്ട്, സഹോദരന്മാരെക്കാളും വലുതാകുമെന്ന് സഹോദരന്മാർ ഭയന്ന് യോസേപ്പിന് കൊടുത്ത ഒരു വലിയ വീഴ്ചയാണ്. പൊട്ടക്കിണറിനകത്താണ് ഇട്ടത്. പക്ഷെ ഒരു ദൂത് ഞാൻ പറയാം, പൊട്ടക്കിണറിനകത്തിട്ടിട്ടും വാക്തത്വമുള്ളവൻ നിലംപരിചായില്ല. പൊട്ടക്കിണറിനകത്ത് വീണു, പക്ഷെ അവൻ നിലംപരിചായില്ല. ദൈവത്തിൻ്റെ കൈ അവനെ താങ്ങി. ഈ പകൽക്കാലം ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. എത്ര വലിയ കുഴിക്കകത്ത് നീ വീണു പോയാലും, എത്ര വലിയ ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്കകത്തിരുന്ന് ഈ സന്ദേശം കേട്ടാലും, എത്ര വലിയ വേദനയുടെ നടുവിലിരുന്ന് ഈ ദൂത് കേട്ടാലും, ഈ പ്രഭാതത്തിൽ എഴുതിയിട്ടോ, നിന്നെ താങ്ങുന്നൊരു കരമുണ്ട്. നീ നിലംപരിചാകില്ല. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും, നിൻ്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരും, നിൻ്റെ സഭയെ പുറത്തു കൊണ്ടുവരും. നിന്നെ വീഴ്ത്താൻ ശ്രമിച്ചവർ കാണെ ഒരു മാന്യതയുടെ കസേരയിൽ ദൈവം നിന്നെ ഇരുത്തും. ഒരു മാന്യതയുടെ നിയോഗം നിൻ്റെ മേൽ വെളിപ്പെടും. ഒരു മാന്യതയുടെ കിരീടം നിൻ്റെ മേൽ ദൈവം വയ്ക്കും. വിശ്വസിക്കുക. കാരണം എന്തെന്നറിയാമോ? നീ വീഴാൻ വിളിക്കപ്പെട്ടവനല്ല, നീ വാഴാൻ വിളിക്കപ്പെട്ടവരാണ്. You are called to reign over this. നീ ഇതിൻ്റെ സകലത്തിൻ്റെ മുകളിലൂടെയും വാഴാൻ വിളിക്കപ്പെട്ടവരാണ്. വിശ്വസിക്കാൻ കഴിയുമോ? ഈ പകൽക്കാലം വീണാലും പറയണം, ഞാൻ നിലംപരിചാകില്ല, കാരണം ഞാൻ വാഴാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. ഈ പകൽക്കാലം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ഈ പ്രഭാതം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. സ്വർഗീയ മല്ല കർത്താവേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുമ്പോൾ ആരെങ്കിലും വീണുപോയവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം ക്രിസ്തുവിനോട് അടുത്തു വരട്ടെ. മാനുഷികമായി പദ്ധതികൾ ഒരുക്കി ആരെങ്കിലും ഈ ജനത്തെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം ആ കുഴിക്കകത്തുനിന്ന് സ്വർഗമേ നീ കരം താങ്ങി എഴുന്നേൽപ്പിക്കണം. അവർ നിലംപരിചാകരുത്, അവർ തകർന്നു പോകരുത്. ഈ പ്രഭാതത്തിൽ ഞാൻ ഈ വചനം അങ്ങനെ ബ്ലസ് ചെയ്ത് അയക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടും. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലസ് യു. വിശ്വസിക്കുക. നിൻ്റെ ജീവിതത്തിനകത്തുള്ള വീഴ്ചകൾ ചില വാഴ്ചയുടെ വഴികളാക്കി ദൈവം മാറ്റും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. വിളിച്ചിട്ട് ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങളുടെ മെസ്സേജ് അയയ്ക്കുക. ഞങ്ങൾ ഉറപ്പായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി കോളുകൾ വരുന്നത് കൊണ്ട് എല്ലാം എടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിലും നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാ പ്രഭാതത്തിനും ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Let us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? God bless you. Amen.